ചെകുത്താനും കടലിനും നടുക്ക് എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ, എല്ലാവർക്കും അറിയാലോ. അതിലും മോശമായിട്ടുള്ള അവസ്ഥയാണ് ഈ സീഫാറേഴ്സിൻ്റെ യമൻ സൈഡ് സെയിൽ ചെയ്യണവരുടെ നാവികർ, ഇന്ത്യൻ നാവികരുടെ അവസ്ഥ ഇപ്പോൾ. കാരണം ഓയിൽ ടാങ്കർ യമനിലേക്ക് എണ്ണ ലോഡ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂവൽ എന്തെങ്കിലും ഡീസൽ ആവട്ടെ പെട്രോൾ ആവട്ടെ അവിടെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൂതി റിബൽസിൻ്റെ വാർ റിലേറ്റഡ് വെഹിക്കിൾസിനും അവരുടെ ഓപ്പറേഷനും വേണ്ടി വരുന്ന ഇന്ധനമായിട്ട് അത് മാറും. അത് തടയാനായിട്ട് ഇസ്രയേൽ ഡിസ്ചാർജിങ് സമ്മതിക്കില്ല. ഡോക്കിൽ കിടന്നിരുന്ന MT പൈനിയർ എന്ന് പറയുന്ന വെസലും MT അറ്റ്ലാന്റസ് MZ എന്ന് പറയുന്ന വെസലും ഡിസ്ചാർജിങ്ങിന് വേണ്ടി റാസ് ഇസ എന്ന് പറയുന്ന യമൻ പോർട്ടിൽ പോയതാണ്. ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡിസ്ചാർജിങ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇസ്രയേൽ ആർമി ഒരു ബോംബ് ഇട്ട് ഓയിൽ ചെട്ടിയിൽ. വെസലിലുള്ളവർ പേടിച്ചിട്ട് ഡിസ്ചാർജ് കംപ്ലീറ്റ് ചെയ്യാണ്ട് അവർ പോകണതാണ്. ആ ബോംബ് വന്ന് വീഴുന്നത് വെസലിൻ്റെ ഡിസ്ചാർജിങ് ഹോസിലാണ്. പൊട്ടി. ഇവർ പോകാനായിട്ട് മാസ്റ്റർ ഒരു ടഗ് വിളിച്ചു. പെട്ടെന്ന് അവർ കംപ്ലീറ്റ് ചെയ്യാതെ ചെട്ടിയിൽ നിന്ന് വെസലെടുത്തിട്ട് പോരാൻ ശ്രമിക്കുമ്പോൾ മൂറിങ് ഓപ്പറേഷന് വന്ന വെസലിനെ ഹൂതി റിബൽസ് മുക്കിക്കളഞ്ഞ് RPG ഡ്രോൺസ് എല്ലാം ഉപയോഗിച്ച്. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവികർ കടൽ എത്ര പ്രക്ഷുബ്ധമാണേലും നാവികർക്ക് അതിനെ അടക്കി വാഴാൻ സാധിക്കും. പക്ഷെ ഹൂതി റിബൽസിന് എങ്ങനെയായാലും ഡിസ്ചാർജിങ് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. ഡിസ്ചാർജിങ് കംപ്ലീറ്റ് ചെയ്ത ഇസ്രായേൽ ആർമി അവരെ ബോംബിടും. ഇതിൽ ശരിക്കും പെട്ടുപോകണത് ഇന്ത്യൻ സീഫാറേഴ്സാണ്. ആ 2 ഷിപ്പിലുള്ള എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാവികർ. അവർ പെട്ടെന്ന് പോരാൻ വേണ്ടി ആ ജെട്ടിയിൽ നിന്ന് നോക്കണ സമയത്ത് ഹൂതി റിബൽസ്, അതായത് ഹൂതി തീവ്രവാദികളോ അങ്ങനെ പറയാൻ പാടില്ല എന്നറിയാൻ പാടില്ല, ഹൂതി റിബൽസ് വെസലിന് നേരെ നിറയൊഴിക്കുകയാണ് RPG ഒക്കെ വെച്ചിട്ട്. അവരുടെ റോപ്പ് അസിസ്റ്റൻസിന് വന്ന ടഗിനെ മുക്കിക്കളഞ്ഞ്. ഈ സമയത്ത് വെസലിലുള്ളവരുടെ ഒരു പാനിക് സിറ്റുവേഷൻ വന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് ചെയ്യുന്ന പരാക്രമങ്ങളാണ് ആ കാണുന്നത്. ആ റോപ്പ് ശരിക്കും മൂറിങ് ബിറ്റിൽ നിന്ന് കട്ട് ചെയ്ത് കളയാനായിട്ട് വെസലിൽ ഇഷ്ടംമാരെ ഓപ്ഷൻ ഉണ്ട്. ഷിപ്പിൽ സ്വാഭാവികമായിട്ടും ഇലക്ട്രിക്കൽ കട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ന്യൂമാറ്റിക് കട്ടർ ഉണ്ടാവും. ഓരോ എയറോസ് എടുത്തുകൊണ്ടെന്ന് കട്ട് ചെയ്ത് അവർക്ക് ആ വെസൽ അവിടെ നിന്ന് എത്രയും വേഗം കാസ്റ്റ് ഓഫ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. പക്ഷേ സാധിക്കുന്നില്ല. എന്നിരുന്നാലും അവിടെ ഫെയിൽ ചെയ്യുന്ന ഇന്ത്യൻ നാവികരെല്ലാം സൂക്ഷിക്കുക. ആ ഏരിയ പ്യുവർലി വാർ സോണായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് MCC. ഇപ്പോൾ वेट नहीं है, काट के हटा देगा। स्लैग करो। निकल
शक्ल खोल देगा हमें किधर है ले प्रॉपर मारो हमें दे दो हमें दे Amer.